ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് തേവയ്ക്കൽ. എല്ലാവർക്കും അറിയുന്നതാണ്. തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിൽ നിന്നും വെറും 2.5 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. അപ്പോൾ സ്കൂൾ നമുക്ക് മനസ്സിലായി, തേവയ്ക്കൽ വിദ്യോദയ സ്കൂൾ വളരെ അടുത്താണ്. ഇവിടെ നിന്ന് ബാക്കിയുള്ള ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരങ്ങളൊക്കെ നോക്കുമ്പോഴേക്കും വീടിന്റെ എലിവേഷനും നമുക്ക് ഈ ഒരു സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് നോക്കി വരാം. തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് 2.5 കിലോമീറ്റേഴ്സ് മാത്രമാണ് വരുന്നത്. നമുക്ക് കാക്കനാട് സീപോർട്ട് റോഡിലുള്ള നൈപുണ്യ സ്കൂളിലേക്കും അതുപോലെ പുക്കാട്ടുപടി ഭാഗത്തുള്ള ചാർട്ടർ സ്കൂളിലേക്കൊക്കെ വളരെ ഈസി ആയിട്ട് എത്താവുന്ന ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇൻഫോ പാർക്ക് നോക്കുവാണെങ്കിൽ 7.5 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ലുലു മാളിലേക്ക് 12 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇന്റർനാഷണൽ എയർപോർട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് 20 കിലോമീറ്റർ മാത്രം ട്രാവൽ ചെയ്താൽ എളുപ്പത്തിൽ എത്തിപ്പെടാം. ഹോസ്പിറ്റലുകൾ നോക്കുവാണെങ്കിൽ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 8 കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വെറും 4 കിലോമീറ്ററും മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. 3.75 സെന്റ് സ്ഥലത്ത് 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നിറയെ നൈബേഴ്സ് ഒക്കെ ഉണ്ട്. അടുത്തടുത്തായിട്ട് വീടുകളൊക്കെ ഉള്ള ഏരിയയിലാണ് ഈ കാണുന്ന ഒരു വീടും സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡിനോടൊക്കെ വളരെ അടുത്ത് തന്നെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ കാണുന്ന വീടുകളിലേക്കുള്ള നമുക്ക് ആ ഒരു റോഡ് തന്നെ മെയിൻ റോഡിൽ നിന്ന് ടാർ റോഡ് കഴിഞ്ഞാൽ പിന്നെയുള്ള കുറച്ച് ഭാഗത്തെ കണ്ടിന്യൂവേഷൻ ഇതുപോലത്തെ ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമ്മുടെ വില്ലകളിലേക്കുള്ള വഴി കംപ്ലീറ്റ്ലി ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ചിട്ടുണ്ട്. നല്ല സ്പേസ് ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് വഴി ചെയ്തിരിക്കുന്നത്. വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള വിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീടിന്റെ മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. മതിൽ നോക്കുവാണെങ്കിൽ ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡ് ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ വരുന്ന ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് GA പൈപ്പ് കൊണ്ടുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറിൽ വന്നിട്ട് എഗ് വൈറ്റ് ഷേപ്പുള്ള 2 ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് വന്നിട്ട് ഒരു സൈഡ് കംപ്ലീറ്റ് സ്ലൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മറ്റേ സൈഡ് വന്നിട്ട് ജസ്റ്റ് ഒരു ഫോൾഡിംഗ് മെത്തേഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ സൈഡിലൂടെ പോകുന്ന മതിലൊക്കെ നോക്കിയാലും ഇതേ ഡിസൈൻ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തു വരുന്നത്. നമുക്ക് മുകളിലൊക്കെ നോക്കിയാൽ കാണാം GA സ്ക്വയർ പൈപ്പിന്റെ ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളർ പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. മിഡിൽ വരുന്ന ആ ഒരു പോർഷനിൽ കുറച്ച് ബ്രിക്ക് മോഡൽ വർക്ക് വരുന്നുണ്ട്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതും സിമ്പിൾ ആയിട്ടുള്ളതും ഒരു എലിവേഷൻ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു പ്യൂരിറ്റി ഫീൽ ചെയ്യുന്ന പോലത്തെ ഒരു വീടാണ്. കാരണം ബിക്കോസ് അതിന്റെ കളർ തന്നെയാണ് നല്ല പ്യുവർ ആയിട്ടുള്ള വൈറ്റ് കളറിൽ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള ബിസ്ക്കറ്റ് ഷെയ്ഡ് ഓറഞ്ച് കളറുള്ള ബ്രിക്ക് ഷെയ്ഡ് മാത്രമാണ് അതിന് പുറത്ത് നല്ലൊരു കളറായിട്ട് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലവേഷൻ കണ്ടു. നമുക്കിനി ഗേറ്റ് തുറന്നിട്ട് നേരെ അകത്തേക്ക് കയറാം. ഈ കാണുന്ന മുറ്റത്തേക്ക് നമ്മൾ ഗേറ്റ് തുറന്ന് നേരെ വരുമ്പോൾ വളരെ വിശാലമായിട്ടുള്ള ഒരു വലിയ മുറ്റമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കിവിടെ കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ രണ്ടാമത്തെ കാർ പില്ലറിനിപ്പുറത്തേക്ക് രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസും കിട്ടുന്നുണ്ട്. ടോട്ടൽ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. കാർപോർച്ചിന്റെയും സിറ്റ് ഔട്ട് ഷെയർ ചെയ്യുന്ന പില്ലർ നോക്കിയാൽ കാണാം നല്ല സിമന്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ കാണുന്ന സ്പേസിലൂടെ നമുക്ക് നേരെ ഒന്ന് ബാക്കിലേക്ക് പോയി നോക്കാം. ഈ മുറ്റം മുഴുവനും സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ഒക്കെയാണ് അതിനിടയിലൂടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ വീണ്ടും ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ഭംഗിയായിട്ട് ഒരു ഏരിയ സെപ്പറേറ്റ് കെട്ടിയിട്ടിട്ട് അതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്തതിനു ശേഷം ഭംഗിയുള്ള നല്ല ലീഫി പ്ലാന്റ്സ് ഒക്കെയാണ് വച്ചു പിടിപ്പിച്ചിരിക്കുന്നത്. ബാക്കി നമുക്ക് നടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ സൈഡിലൂടെയൊക്കെ നല്ല വിടുത്തിട്ടിട്ടാണ് വീട് പണിതിരിക്കുന്നത്. ബാക്ക് സൈഡിലൂടെയും ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ഏരിയ ഒക്കെ ഭംഗിയായിട്ട് ബേബി മെറ്റൽ വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ബാക്ക് സൈഡിലൂടെ നമ്മൾ കടന്ന് നേരെ വീടിന്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എല്ലാം തന്നെ നല്ല രീതിയിൽ സ്പേസ് കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൂടെ നടന്നപ്പോ നമ്മൾ വീടിന്റെ റൈറ്റ് സൈഡിലൂടെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 2 ആളുകൾക്ക് സ്ട്രെയിറ്റ് നടന്നു പോകാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്.
ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് ആയ കിണർ നമുക്ക് ഇവിടെ കാണാം. നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് കിണർ വരുന്നത്. വലിയൊരു കിണർ തന്നെയാണ്. നമുക്ക് നടക്കാനുള്ള സൗകര്യത്തിനായിട്ട് ജസ്റ്റ് ഒന്ന് ഹാഫ് ആക്കി എടുത്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വെള്ളത്തിനപ്പൊ കിണറുണ്ട്. അതുകൂടാതെ മറ്റൊരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് KWയുടെ വാട്ടർ കണക്ഷനും കൂടിയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. നല്ല വലിയൊരു സിറ്റ് ഔട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. 3 ചെയറുകൾ വരെ നമുക്ക് ഇവിടെ ഇടാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിന്റെ റൂഫിലൊക്കെ നോക്കിയാലും കാണാം ചെറിയ രീതിയിലുള്ള LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വലിയ LED ബൾബുകളും ചെറിയ LED ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയാക്കിയിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് കിഴക്കോട്ട് ദർശനമായിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നല്ല ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീടിനകത്തെ കാഴ്ചകൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിംഗിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇവിടുത്തെ നമുക്ക് ഫ്ലോർ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ലൈറ്റ് ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന ചെറിയ ഡിസൈനും കൂടെ പോലത്തെ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ ഈ ഒരു റൂമിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ അവിടെയായിട്ടാണ് ഫ്രഞ്ച് മോഡലായിട്ട് 3 വിൻഡോസ് നമുക്ക് കിട്ടുന്നത്. ഈ ഭാഗത്ത് ഭംഗിയായിട്ടുള്ള ഒരു നമുക്ക് ഷോക്കേസ് ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് നല്ലൊരു മൾട്ടിവുഡ് കൊണ്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനിടയിലൊക്കെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. വലിയ LED ബൾബുകളും LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് ലിവിംഗ് സ്പേസിനായിട്ട് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വുഡൻ ടൈപ്പ് ഓഫ് ഒരു മെറ്റീരിയൽ ആണ് അതിന്റെ എല്ലാം ഹാൻഡ് റൈൽസ് ഇട്ടിരിക്കുന്നത്. അകത്ത് വന്നിട്ട് GA പൈപ്പ് കൊണ്ട് മുകൾ വശം വരെ കംപ്ലീറ്റ് ആയിട്ടും സേഫ് ആയിട്ടുമാണ് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗം നോക്കിയാൽ കാണാം കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. വൈറ്റ് ആൻഡ് വുഡൻ കളറിലുള്ള കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും നമുക്ക് ക്ലോസ് ചെയ്ത് ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനുള്ള സ്പേസും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് നല്ലൊരു എൻട്രൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മൾട്ടിവുഡ് കൊണ്ട് തന്നെയാണ് എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഭാഗത്തിന്റെ അകത്തൊക്കെ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാം ഇവിടെയും ഇതുപോലെ ചെറിയ കബോർഡുകളായിട്ടൊക്കെ തിരിച്ച് നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡൈനിങ് സ്പേസ് ആണ്. ഇവിടെയാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് നമുക്ക് ഇതൊരു വലിയ ഹാളായിട്ട് ഇവിടെ ഡൈനിങ്ങിന് കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല വലിയൊരു സ്പേസ് ആണ് ഡൈനിങ്ങിൽ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ TV കാണാനൊക്കെ ആയിട്ട് നല്ല അറേഞ്ച്മെന്റ് ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റ് നോക്കുവാണെങ്കിൽ മൾട്ടിവുഡിലാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. നല്ല ഡിസൈനോട് കൂടിയിട്ട് അതിന്റെ ബാക്ക് സൈഡിലൊക്കെ LED സ്ട്രിപ്പുകൾ ഇട്ടിട്ടുണ്ട്. താഴെ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്ന കബോർഡുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലൊക്കെ നോക്കിയാലും കാണാം ചെറിയ ഷെൽഫുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വിൻഡോസ് നോക്കുവാണെങ്കിൽ നമുക്ക് 4 വിൻഡോസ് ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിൽ നോക്കുവാണെങ്കിലും കാണാം ചെറിയൊരു വർക്ക് വരുന്നുണ്ട്. പാനലിംഗ് വരുന്നുണ്ട്. ഭംഗിയായിട്ടുള്ള 2 ഹാങ്ങിങ് ലൈറ്റ് റോപ്പിൽ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചെറിയ LED ബൾബുകളും വേറെ വരുന്നുണ്ട്. ഡൈനിങ് ഹാളിൽ നമുക്ക് വാഷ് ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ബാക്ക് സൈഡ് ഒക്കെ നോക്കിയാൽ കാണാം ഭംഗിയുള്ള ഷേപ്പിലുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ടെക്സ്ചർ വർക്കാണ് അവിടെ ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് ആ ഒരു വാഷ് ബേസിൻ അവിടെ വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം വലിയ മിററും അതിന്റെ സൈഡിലെ ഓപ്പൺ ഷെൽഫുകളുടെ അകത്തൊക്കെ ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. സെറയുടെയാണ് യൂണിറ്റ് വരുന്നത്. അതിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഗ്രാനൈറ്റ് പീസിന്റെ താഴെ നോക്കിയാലും കാണാം കബോർഡുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. കിച്ചൺ വന്നിട്ട് കംപ്ലീറ്റ്ലി ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡ് ഒക്കെ ഭംഗിയായിട്ട് CNC കട്ടിങ് റൗണ്ട് ഷേപ്പിലുള്ള ഹോൾസ് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ ഗ്രാഫിക്കൽ ഡിസൈൻ വരുന്നുണ്ട്. ഓപ്പൺ ആയിട്ട് കിട്ടിയിരിക്കുന്ന ആ ഒരു മൾട്ടിവുഡ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. 2 ഹാങ്ങിങ് ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുമ്പോൾ നമുക്ക് 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് ആണ് കിട്ടുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വന്നിട്ട് വൈറ്റിലൊരു ബ്ലാക്ക് കളർ ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് 3 വിൻഡോസ് അവിടെ കാണാം. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്ന കിച്ചൺ വാർഡ്രോബുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും ആയിട്ടാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ സ്ഥാനം വരുന്നത് നോർത്ത് ഈസ്റ്റ് ആയിട്ടാണ്. വടക്ക് കിഴക്കായിട്ടാണ് കിച്ചണിന്റെ സ്ഥാനം വരുന്നത്. കിച്ചണകത്ത് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ നമ്മൾ കണ്ടു. അതിന്റെ ടോപ്പ് സ്ലാബ് എല്ലാം വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ റൂഫിലാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്ക് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. ഈ ഒരു സൈഡിലുള്ള എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഇവിടെ താഴെ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. നമ്മുടെ ഈ ഒരു ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ താഴത്തെ ഒരു ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ ഒക്കെ വന്നിട്ട് ഇങ്ങനെ നല്ല ഡിസൈനിലൊക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്.
ഈ കാണുന്ന ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വന്നിട്ട് മൾട്ടിവുഡിൽ ആ ഒരു ഭാഗത്തായിട്ടാണ്. അത്യാവശ്യത്തിന് നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ കിട്ടുന്ന രീതിയിൽ താഴെ ഡ്രോസ് കൊടുത്തിട്ടുണ്ട്. വുഡൻ കളറിൽ തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. റൂഫിലെ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും വളരെ കുറച്ച് മാത്രം വരുന്ന ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അഡീഷണൽ ആയിട്ട് സെപ്പറേറ്റ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്കൊരു മിറർ മാത്രമാണ് ഇവിടെ ഫിറ്റ് ചെയ്യാനുള്ളത്. ബാക്കി എല്ലാ വർക്കുകളും ചെയ്തിട്ടുണ്ട്. ഡ്രോസ് വരുന്നുണ്ട്, ഓപ്പൺ ഷെൽഫുകൾ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ഇവിടെ നിന്ന് ഡ്രസ് ചെയ്യാൻ പാകത്തിന് നല്ല ഗ്യാപ്പ് കിട്ടുന്ന രീതിയിലാണ് ഇത് അറേഞ്ച്മെന്റ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ടൈലുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ജെറയുടെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വെറ്റ് ആൻഡ് ഡ്രൈ ഒക്കെ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഈ ഒരു ബോർഡ് നോക്കിയാൽ കാണാം ധാരാളം ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ് ഓപ്പണിംഗ്സ് എല്ലാം. അതുപോലെ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ മുകളിലും പെർഗോള മോഡലിലാണ് ഓപ്പണിംഗ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ സൺലൈറ്റ് അകത്ത് കടക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. അതിന്റെ മുകളിൽ പോളികാർബൺ ഷീറ്റ് വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ചെറിയ ഷോലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്നത് ഈ ഒരു വലിയ ഹാളിലേക്കാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അത്യാവശ്യത്തിന് വലിപ്പമുള്ളൊരു ഹാള് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഹാളിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് 3 വിൻഡോസ് ആണ് ഇവിടെ കിട്ടുന്നത്. TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ ധാരാളം കബോർഡുകൾ കൊടുത്ത് ഡോർ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഹാള് നമ്മൾ കണ്ടു. ഹാളിന്റെ മുകളിലേക്ക് നോക്കിയാൽ കാണാം അവിടെ നിന്ന് കടന്നു വന്നപ്പോൾ തുടങ്ങിയ റൂഫിന്റെ വർക്കുകളുണ്ട്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള LED സ്ട്രിപ്പുകളും വലിയ LED ബൾബുകളും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി വന്ന് കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു പാസേജ് പോലെ ഒരു ഏരിയ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഡോർ ഉണ്ട്. ഇത് വന്നിട്ട് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള എൻട്രൻസ് ആണ്. യൂട്ടിലിറ്റി വന്നിട്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിൽ നോക്കിയാൽ കാണാം വുഡൻ ടൈപ്പ് ഓഫ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് മുകളിലും താഴെയെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പൈപ്പ് കണക്ഷനും വേസ്റ്റ് വാട്ടർ ലൈൻ എല്ലാം കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി മുകളിൽ ചെല്ലുന്നത് വരെയുള്ള ഏരിയ റൂഫും സൈഡും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ താഴെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. നമ്മളിപ്പം ടോട്ടൽ നോക്കുവാണെങ്കിൽ 2ാമത്തെ ബെഡ്റൂം ആണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ വന്നിട്ട് സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂം നോക്കുവാണെങ്കിൽ 10-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ 3 വിൻഡോസും ഈ ഒരു സൈഡിലായിട്ട് 3 വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ കാണാം സിമ്പിൾ ആയിട്ട് ഒരു ബോർഡർ ലൈൻ മാത്രം കൊടുത്തിട്ട് ചെറിയ LED ബൾബുകളും വലിയ LED ബൾബുകളും മാത്രമാണ് റൂഫിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് മൾട്ടിവുഡിന്റെ വാർഡ്രോബ്. സെയിം മെറ്റീരിയലും സെയിം കളറും അതേ പാറ്റേൺ ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സൈഡിലൊക്കെ നോക്കിയാൽ കാണാം ഓപ്പൺ ഷെൽഫുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഫിറ്റിംഗ്സ് എല്ലായിടത്തും സെറയുടെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ടൈലുകളെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. 2ാമത്തെ ബെഡ്റൂം കണ്ടു. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ ഒരു ഹാളിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പ് കയറി വന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഇവിടെയായിട്ട് നമുക്ക് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 3rd ബെഡ്റൂം ആണ് ഇനി കാണേണ്ടത്. ഡോർ എല്ലാം സെയിം പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള ബെഡ്റൂം ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 14-11 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഇവിടെ 3 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സെയിം തന്നെ വാർഡ്രോബ് ആണ് ഇവിടെയും ഈ ഒരു കോർണറിൽ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. അതേ പാറ്റേൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും ബോർഡർ ലൈനുകളിൽ മാത്രം കുറച്ച് പ്രൊജക്ഷൻ വന്നിട്ട് LED ലൈറ്റുകളാണ് അവിടെയും കൊടുത്തിരിക്കുന്നത്. വർക്കുകളൊക്കെ വളരെ മിനിമൽ ആയിട്ടാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ട് അവിടെയാണ് ഡ്രസ്സിംഗ് ടേബിളിലുള്ള ആ ഒരു പൊസിഷൻ കൊടുത്തിരിക്കുന്നത്. അവിടെയും നമുക്ക് മിറർ മാത്രമാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. അതിന്റെ ബാക്കിലൂടെയൊക്കെ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. താഴെയൊക്കെ നമുക്ക് ചെറിയ ക്ലോസ് ചെയ്യാവുന്ന കബോർഡുകളായിട്ടും തിരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ബാത്റൂമിനകത്തെ ടൈല് നോക്കുവാണെങ്കിലും സെയിം തന്നെ വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമുകളൊക്കെ അത്യാവശ്യത്തിന് നല്ല വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബെഡ്റൂമുകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് ഫൈനലി കാണേണ്ടത് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് ആണ്. ഹാളിൽ നിന്ന് തുറക്കുന്ന ഈ ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ബാൽക്കണി സ്പേസിലേക്കാണ്. നല്ലൊരു വലിയ ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സൈഡുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ആണ്.
ആ ഒരു കവറിങ്സ് എല്ലാം വന്നിരിക്കുന്നത്. ഇടയ്ക്ക് വരുന്ന കുറച്ച് ഭാഗങ്ങളിൽ മാത്രം ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ട് കവർ ചെയ്തിട്ടുണ്ട്. റൂഫിലാണെങ്കിലും ചെറിയ ഡിസൈനുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ നിന്നുള്ള ആ ഒരു പില്ലറിന്റെ കണ്ടിന്യൂഷൻ ആണ് സിമന്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ടെക്സ്ചർ വർക്കാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഇതിന്റെ ബാക്കിയുള്ള പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് തേവക്കൽ വിദ്യോദയ സ്കൂളിൽ നിന്നും വെറും 2.5 കിലോമീറ്റേഴ്സ് മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. കിഴക്കോട്ട് ദർശനമുള്ള നല്ലൊരു വീടാണ് നമ്മളിത് പരിചയപ്പെട്ടത്. ലാൻഡ് നോക്കുവാണെങ്കിൽ 3.75 സെന്റ് സ്ഥലത്ത് 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3.75 സെന്റ് ലാൻഡിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 BHKയോട് കൂടി ചെയ്തിരിക്കുന്ന ഈ വീട്ടിൽ നമുക്ക് 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. കിണർ വെള്ളമുണ്ട്. ഓപ്ഷനായിട്ട് നമുക്ക് എടുക്കാവുന്നത് പൈപ്പ് വാട്ടർ, KWയുടെ പൈപ്പ് വാട്ടറും കൂടിയാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. റോഡിനടുത്താണ്. ഈ വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 80 ലാക്സ് ആണ്. 80 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് വളരെ ചെറുതായിട്ട് നമുക്കൊന്ന് നെഗോഷിയേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വീട് ഇഷ്ടപ്പെട്ടവർ എത്രയും പെട്ടെന്ന് കാണാനായിട്ട് മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഈ ഒരു ഏരിയയിൽ പണിതിരിക്കുന്ന എല്ലാ വീടുകളും വളരെ ഫാസ്റ്റ് ആയിട്ട് സെയിൽ ആയതാണ്. ബിക്കോസ് ഇവിടെ നിന്ന് നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് 7.5 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. ഹോസ്പിറ്റലുകൾ, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ എല്ലാം വളരെ അടുത്താണ്. നമുക്ക് എത്രയും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. എയർപോർട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് വെറും 20 കിലോമീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ സൗകര്യങ്ങളുള്ള വീടിന് 80 ലക്ഷം എന്നുള്ള പ്രൈസ് ഒട്ടും കൂടുതലല്ല എന്ന് എന്നെ പോലെ നിങ്ങൾക്കും അറിയാം. ലോൺ വ്യവസ്ഥയിൽ ഈ കാണുന്ന വീട് സ്വന്തമാക്കാനായിട്ട് തീർച്ചയായും മാർബിൾ ഹോംസ് നിങ്ങളുടെ കൂടെയുണ്ട്. എത്രയും പെട്ടെന്ന് വീടുകൾ കാണാനായിട്ട് മാർബിൾ ഹോംസിലേക്ക് വിളിച്ചു തുടങ്ങിക്കോളൂ. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.